ശ്രീമാൻ വ്ലോഗ്സിന്റെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ തികച്ചും വ്യത്യസ്തമായ ഒരു ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ മനുഷ്യ ജീവിതകാലത്ത് നമുക്ക് വളരെ അപൂർവമായിട്ട് മാത്രം ദർശിക്കാൻ കഴിയുന്ന ഒരു ക്ഷേത്രത്തിലെ കൊടിമര പ്രതിഷ്ഠയുടെ ഭാഗമായുള്ള തൈലാധിവാസമാണ് ഞാൻ ഇന്ന് നിങ്ങളെ കാണിക്കുന്നത്. എന്താണ് തൈലാധിവാസം? അത് എങ്ങനെയാണ് നിർവഹിക്കപ്പെടുന്നത്? എന്താണ് അതിൻ്റെ പ്രത്യേകത? ഇതൊക്കെയാണ് ഇവിടെ നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒന്നോ രണ്ടോ തവണയാണ് ഇത്തരം ഒരു മുഹൂർത്തത്തിന് സാക്ഷിയാകാനായിട്ട് നമുക്ക് സാധിക്കുക. കോട്ടയം ജില്ലയിലെ മീനടം ഭഗവതി ക്ഷേത്രത്തിൽ കൊടിമര പ്രതിഷ്ഠ നടക്കാൻ പോവുകയാണ്. അതിനുവേണ്ടി ലക്ഷണമൊത്ത ഒരു തേക്കുമരം കണ്ടെത്തുകയും കഴിഞ്ഞ 4-5 മാസങ്ങളായി അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ക്ഷേത്രത്തിൻ്റെ കോമ്പൗണ്ടിൽ തന്നെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ധാരാളം ഭക്തജനങ്ങൾ, ഇതുവരെ ഇങ്ങനെ ഒരു കാര്യം ദർശിച്ചിട്ടില്ലാത്ത ധാരാളം ഭക്തജനങ്ങൾ ക്ഷേത്രത്തിൽ എത്തുകയും ഈ തടിയുടെ നിർമ്മാണം ഒക്കെ കണ്ട്, തേക്ക് തടിയുടെ നിർമ്മാണം അത് കൊടിമരമായിട്ട് രൂപാന്തരപ്പെടുന്നതിന് സാക്ഷിയാകാൻ വേണ്ടി ധാരാളം ആളുകൾ ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരുന്നു. ഈ തൈലാധിവാസത്തിന്റെ പ്രത്യേകത, വൃത്തിയായി ഒരുക്കിയ തേക്കുമരം, ഏകദേശം 35 പരം ആയുർവേദ മരുന്ന് കൂട്ട് ചേർത്ത എണ്ണ, അത് വലിയ വാർപ്പുകളിൽ ആക്കി അത് തൈലമാക്കി മാറ്റുകയാണ്, ഔഷധ തൈലമാക്കി മാറ്റുകയാണ്. അപ്പൊ 35ഓളം ആയുർവേദ മരുന്നുകളാണ് ഈ തൈലത്തിൽ ചേരുന്നത്. ഒരു വളരെ നീണ്ട ദിവസത്തെ ഒരുപാട് ആളുകളുടെ, ഒരുപാട് ഭക്തരുടെ അധ്വാനവും അതിൻ്റെ പ്രയത്നവുമാണ് ഇതിന് വേണ്ടി വരുന്നത്. ഈ തൈലം നല്ല മുഹൂർത്തം നോക്കി ഈ തടി മാറ്റിയിരിക്കുന്ന എണ്ണത്തോടിയിലേക്ക് ഒഴിക്കുക. ആ തേക്കുമരം മുഴുവൻ മൂടത്തക്കവണ്ണം ഈ തൈലം, ഈ നാട്ടുമരുന്നുകൾ അല്ലെങ്കിൽ ആയുർവേദ മരുന്നുകൾ ചേർത്ത് കാച്ചിയെടുത്ത ഈ തൈലം കൊണ്ട് ഈ തേക്കുമരം മൂടുന്ന പ്രക്രിയയാണ് തൈലാധിവാസം എന്ന് പറയുന്നത്. പിന്നീട് നീണ്ട ഒരു 6 മാസം എണ്ണത്തോണിയിൽ തൈലാധിവാസമാണ് ഈ തേക്ക് തടി അല്ലെങ്കിൽ ഈ കൊടിമരത്തിനുള്ളത്. അപ്പോൾ വളരെ അപൂർവമായിട്ട് നമ്മുടെ ജീവിതത്തിൽ 1, 2, 3 പരമാവധി ഒരാൾക്ക് കാണാൻ കിട്ടുന്ന ഒരു അസുലഭമായ ഒരു ചടങ്ങാണ് ഇത് എന്നതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെയൊക്കെ അറിവിലേക്കായിട്ട് ഇത് നിങ്ങൾക്ക് മുമ്പിൽ സമർപ്പിക്കുന്നത്. കോട്ടയം ജില്ലയിൽ കോട്ടയം ടൗണിൽ നിന്നും 15 കിലോമീറ്റർ കിഴക്കു മാറി വെട്ടത്തകോല പാമ്പാടി റൂട്ടിൽ ആണ് മീനടം ഭഗവതി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ ക്ഷേത്രത്തില് ദേവിയാണ്, ഭഗവതിയാണ് പ്രധാന പ്രതിഷ്ഠ. എങ്കിലും ശാസ്താവിനും ശ്രീ മഹാദേവനും തുല്യ പ്രാധാന്യമാണ് കൽപ്പിച്ചു പോരുന്നത്. ദേവപ്രശ്നങ്ങളിൽ ഒക്കെ ഇത് വ്യക്തമായിട്ടുള്ളതുമാണ്. അവിടുത്തെ ശാസ്താവിന്റെയും ശിവന്റെയും ശക്തി ദേവിക്ക് തുല്യമാണെന്ന് അടുത്ത കാലത്ത് നടന്ന ദേവപ്രശ്നങ്ങളിൽ കൂടെ വ്യക്തമായിട്ടുള്ളതാണ്. കൂടാതെ ക്ഷേത്രപാലകന്റെയും യക്ഷിയുടെയും പ്രതിഷ്ഠകൾ വേറെയുമുണ്ട്. ഈ ക്ഷേത്രത്തില് അടുത്തയിടെ നടന്ന ദേവപ്രശ്നത്തില് ക്ഷേത്രം ഇപ്പോൾ ഒരു ദേവതാ സങ്കല്പത്തിലേക്ക് വളർന്നിട്ടുണ്ട്. നിലവിൽ അതൊരു മീനടത്ത് കാവ് എന്നറിയപ്പെടുന്ന ഒരു കാവ് ക്ഷേത്രമായിരുന്നു. നിരന്തരമായ കൃത്യമായ പൂജാവിധികളുടെയും താന്ത്രിക നടപടികളിലൂടെയും ഭക്തജനങ്ങളുടെ വിശ്വാസം കൊണ്ടും ക്ഷേത്രം ഇന്ന് ഒരു കാവ് സങ്കല്പത്തിൽ നിന്ന് ഒരു ദേവതാ തലത്തിലേക്ക് വളർന്നിരിക്കുകയാണ്. ക്ഷേത്രം ഇങ്ങനെ വളരുമ്പോഴാണ് അതിന് അനുബന്ധമായി ഉണ്ടാകേണ്ട കൊടിമരം, ധ്വജപ്രതിഷ്ഠ, അതുപോലെ തന്നെ അലങ്കാര ഗോപുരം തുടങ്ങിയവ ഉണ്ടാകേണ്ടത്. ക്ഷേത്രത്തിൽ യാദൃച്ഛ്യമായിട്ട് നടന്ന ഒരു ദേവപ്രശ്നത്തിൽ ഇവിടെ ഒരു കൊടിമര പ്രതിഷ്ഠ വൈകാതെ ഉണ്ടാകുമെന്നും അത് തീർച്ചയായിട്ടും ഒരു സമർപ്പണം ആയിട്ട് തന്നെ ആയിരിക്കും ഉണ്ടാകുകയെന്നും പ്രശ്നത്തിൽ തെളിയുകയുണ്ടായി. അതേപോലെ തന്നെ ദേവപ്രശ്നം കഴിഞ്ഞ് 1 മാസത്തിനുള്ളിൽ
ഒരു ഭക്തൻ ക്ഷേത്രത്തിലെത്തുകയും ഇവിടെ ഒരു കൊടിമര പ്രതിഷ്ഠ, ഒരു ധ്വജപ്രതിഷ്ഠ നടത്താനായിട്ട് വഴിപാടായിട്ട് സമർപ്പിക്കാൻ താൻ ആഗ്രഹിക്കുന്നതായും അറിയിക്കുകയായിരുന്നു. വർഷങ്ങൾക്ക് മുൻപ് മീനടം ക്ഷേത്രത്തിനടുത്ത് താമസിച്ചിരുന്ന ഒരു വ്യക്തി, അദ്ദേഹത്തിന്റെ പേര് ശശിധരൻ നായർ എന്നാണ്. അദ്ദേഹം ഇപ്പോൾ കോട്ടയത്തിനടുത്ത് തന്നെ ലാക്കാട്ടൂർ എന്ന സ്ഥലത്താണ് താമസം. അദ്ദേഹത്തിന് മീനടത്തമ്മയോടുള്ള വിശ്വാസം അതാണ് അദ്ദേഹത്തെ കൊണ്ട് ഇങ്ങനെ ഒരു വലിയ ചിലവേറിയ ഒരു സമർപ്പണം നടത്താനായിട്ട് വഴിയൊരുക്കിയത്. അദ്ദേഹത്തിന്റെ നിർദ്ദേശം ക്ഷേത്രം ഭരണസമിതി സ്വീകരിക്കുകയും ക്ഷേത്രം തന്ത്രിയായ ബ്രഹ്മശ്രീ നാരായണൻ നമ്പൂതിരി കുരുപ്പക്കാട്ടുമന അതിന് അനുമതി നൽകുകയും ചെയ്തു. തുടർന്ന് നല്ല ലക്ഷണമൊത്ത തേക്കുതടിക്ക് വേണ്ടിയുള്ള അന്വേഷണത്തില് അത് ലഭിക്കുകയും വലിയ ഘോഷയാത്രയോടെ അത്തടി ക്ഷേത്രത്തിൽ എത്തിക്കുകയും ചെയ്തു. പിന്നീടുള്ള നീണ്ട 3-4 മാസങ്ങളോളം ഈ വലിയ തേക്കുമരം കൊടിമരത്തിന് വേണ്ട രീതിയിൽ തയ്യാറാക്കി അത് മാറ്റിയെടുക്കുകയായിരുന്നു. ഇപ്പോൾ ആ ജോലികളെല്ലാം പൂർത്തിയായി ഈ തേക്കുമരം അല്ലെങ്കിൽ ഈ ധ്വജപ്രതിഷ്ഠയ്ക്ക് വേണ്ട തേക്കുമരം തൈലാധിവാസത്തിലേക്ക് നീങ്ങുകയാണ്. എന്താണ് തൈലാധിവാസം എന്ന് ഞാൻ ചുരുക്കി എന്ന് പറയാം. തൈലാധിവാസത്തിന് ഏകദേശം 50 മുതൽ 70 പാട്ട എണ്ണയാണ് വേണ്ടിവരിക. ഈ എണ്ണ 35 പരം ആയുർവേദ ഔഷധങ്ങൾ ചേർത്ത് നന്നായിട്ട് അത് ഒരു തൈലമാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. ആ തൈലം ഈ എണ്ണത്തോണിയിലാക്കിയ ഈ തേക്കുമരത്തിൽ ഈ തൈലം കൊണ്ട് ഇത് കവർ ചെയ്യുകയാണ്. പൂർണ്ണമായിട്ടും അധിവാസമാണ്. ഈ എണ്ണത്തോണി 6 മാസം ഈ തൈലത്തില് മുങ്ങിക്കിടക്കുകയാണ്. ഈ തൈലം മുഴുവൻ ഭക്തജനങ്ങളായിട്ട് സമർപ്പിക്കുകയാണ്. ഏകദേശം 100-ൽ അധികം പാട്ട 15 കിലോ വീതം വരുന്ന 100-ലധികം പാട്ട എണ്ണ വേണ്ടി വരുന്നു ഈ ആവശ്യത്തിന്. അപ്പൊ ആ തൈലാധിവാസം കഴിയുമ്പോൾ ഇത് ഒരു വലിയ മരുന്നായി മാറുകയാണ്. ഈ എണ്ണത്തോണിയിൽ ഒഴിച്ചിരിക്കുന്ന തൈലം വാതരോഗങ്ങൾക്ക് പറ്റിയ ഒരു ഔഷധമായിട്ടാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ ആ തൈലാധിവാസം, നമുക്കിത് വളരെ നമ്മുടെ ജീവിതത്തിൽ അപൂർവമായിട്ട് കാണാൻ സാധിക്കുന്ന ഒരു കാര്യമായതുകൊണ്ട് ഞാനത് റെക്കോർഡ് ചെയ്ത് നിങ്ങൾക്കത് കാണുന്നതിന് വേണ്ടി സമർപ്പിക്കുകയാണ്. പ്രപഞ്ച സത്തയെപ്പറ്റി, സമഷ്ടിയുടെ ഉണ്മയെപ്പറ്റി നാം ചിന്തിക്കുമ്പോൾ ചെന്നെത്തുന്നത് ആദിപരാശക്തിയിലാണ്. നമ്മുടെ നിലനിൽപ്പിന് മുഴുവൻ ആധാരമായ തത്വം അഖണ്ഡവും ശുദ്ധവും ആനന്ദദായകവുമായ ബോധമാണ്. ആ വസ്തു സത്തയ്ക്കുള്ളിൽ അനാദിയായി ഉദിച്ചസ്തമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ശക്തിയാണ്. സ്പന്ദനം നിലച്ചാൽ ശക്തി മറയും. ശക്തിയുടെ ഉറവിടം ബോധമാണ്. ഈ ശക്തിയാണ് പ്രപഞ്ച രഹസ്യമായി പ്രവർത്തിക്കുന്ന ചൈതന്യധാര. ഇതാണ് നാം ആരാധിക്കുന്ന ദേവീ ചൈതന്യം. ഓരോ നാടിന്റെയും ജീവനായി വർത്തിക്കുന്ന സ്പന്ദപ്രവാഹമാണ് ദേവീ ചൈതന്യം. അതുതന്നെയാണ് മനുഷ്യന്റെ പ്രാണനും. ജഗതാത്മാവാണ് ദേവി. സത്യസ്വരൂപിണിയായി, പൂർണ്ണ തേജസ്വിനിയായി, ദേശദേവതയായി, നമ്മുടെ പ്രാണന്റെ സ്പന്ദനമായി കുടികൊള്ളുന്ന മീനടത്ത് കാവിൽ അമ്മയുടെ തിരുമുമ്പിൽ നടക്കുന്ന തൈലാധിവാസം ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ ഞാൻ സമർപ്പിക്കുകയാണ്. കൊടിമര പ്രതിഷ്ഠയുടെ ഭാഗമായ തൈലാധിവാസത്തിനായി തൈലം നിറച്ച കലശക്കുടത്തിന്റെ പൂജ ക്ഷേത്ര മേൽശാന്തി ബ്രഹ്മശ്രീ പയ്യന്നൂർ വെള്ളിയോട്ടില്ലത്ത് കേശവൻ നമ്പൂതിരി നിർവഹിക്കുകയാണ്. അദ്ദേഹം പൂജിച്ച കലശം എണ്ണത്തോണിയിലേക്ക് പകർന്ന ശേഷം പ്രധാന ശില്പി ശ്രീ മണിക്കുട്ടൻ, കൊടിമരം സമർപ്പിക്കുന്ന ശ്രീ ശശിധരൻ നായർ, പിന്നീട് ക്ഷേത്രം പ്രസിഡന്റ് ശ്രീ ജനാർദ്ദന പണിക്കർ എന്നീ ക്രമത്തിൽ എണ്ണ തോണിയിലേക്ക് എണ്ണ പകരുകയാണ്. തൈലം നിറച്ച കലശത്തിൻ്റെ പൂജയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏകദേശം 35-ൽ പരം
ആയുർവേദ മരുന്നുകൾ ശുദ്ധമായ നല്ലെണ്ണയിൽ കാച്ചിയെടുക്കുന്നതാണ് ഈ തൈലം. 6 മാസത്തെ തൈലാധിവാസത്തിന് ശേഷം കൊടിമരം പുറത്തെടുത്ത് കഴിഞ്ഞ് ഈ തൈലം ഒരു വിശിഷ്ടമായ മരുന്നായിട്ടാണ് മാറുന്നത്. വാതസംബന്ധമായ രോഗങ്ങൾക്കും മറ്റും വളരെ പ്രയോജനപ്പെടുന്ന ഒരു മരുന്നായിട്ട് മാറുകയാണ് ഈ തൈലം പിന്നീട്. വാദ്യമേളങ്ങളുടെയും നാദസ്വരത്തിൻ്റെയും അകമ്പടിയോടുകൂടി ക്ഷേത്രത്തിന് പ്രദക്ഷിണം വച്ച് കലശം കൊടിമരം വച്ചിരിക്കുന്ന എണ്ണത്തോണിയുടെ അടുത്തേക്ക് വരികയാണ്. ഒരു മനുഷ്യായുസ്സിൽ 1-2 പ്രാവശ്യം മാത്രം നമുക്ക് കാണാൻ സാധിക്കുന്ന ഒന്നാണ് ക്ഷേത്രത്തിലെ കൊടിമര പ്രതിഷ്ഠയും അതിനോട് അനുബന്ധിച്ച് നടക്കുന്ന തൈലാധിവാസവും. കൊടിമരത്തിൻ്റെ നീളത്തിലുള്ള എണ്ണത്തോണി ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. മേൽശാന്തി അതിൻ്റെ പൂജ കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ക്ഷേത്രം മേൽശാന്തി വെള്ളിയോട്ടില്ലത്ത് ശ്രീ ബ്രഹ്മശ്രീ കേശവൻ നമ്പൂതിരി വെള്ളിക്കലശത്തിൽ പൂജിച്ച എണ്ണ തൈലം ആദ്യമായിട്ട് തേക്ക് തടി നിക്ഷേപിച്ചിരിക്കുന്ന എണ്ണത്തോണിയിലേക്ക് പകർന്നുകൊണ്ട് അസുലഭമായ ഈ ചടങ്ങിന് തുടക്കം കുറിക്കുകയാണ്. കണ്ണുകൾക്ക് ആനന്ദമേകുന്ന, മനസ്സിന് കുളിർമ നൽകുന്ന, ജീവിതത്തിന് സൗഖ്യം നൽകുന്ന ഒരു ഉദ്യമമായിട്ടാണ് ഇതിനെ നമ്മൾ കാണുന്നത്. കാരണം നമ്മളുടെ ജീവിതകാലത്ത് ഒരിക്കലോ ഒന്നോ രണ്ടോ തവണ മാത്രം നമുക്ക് സാധ്യമായിട്ടുള്ള, ദർശിക്കാൻ സാധ്യമായിട്ടുള്ള ഒരു ചടങ്ങാണിത്. അതിൽ പങ്കെടുത്ത എല്ലാവർക്കും ദേവിയുടെ അനുഗ്രഹത്തിൻ്റെ ചൈതന്യം ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ക്ഷേത്രം പ്രസിഡന്റ് കൊടിമരം സമർപ്പിച്ച ശ്രീ ശശിധരൻ നായർ, പ്രധാന ശില്പി ശ്രീ മണിക്കുട്ടൻ തുടങ്ങിയവർ തൈലം സമർപ്പിച്ച ശേഷം ഭക്തജനങ്ങൾക്ക് തൈലസമർപ്പണത്തിനുള്ള അവസരമാണുള്ളത്. ആയിരക്കണക്കിന് ഭക്തരാണ് തൈലസമർപ്പണത്തിന് വേണ്ടിയിട്ട് രസീതെടുത്ത് കാത്തു നിൽക്കുന്നത്.
അപൂർവങ്ങളിൽ അപൂർവമായ ഒരു ചടങ്ങെന്ന നിലയ്ക്ക് ഈ ദിവ്യകർമ്മത്തിൽ പങ്കുചേരുവാൻ ദൂരെ സ്ഥലങ്ങളിൽ നിന്ന് പോലും ആളുകൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇനിയും ഏകദേശം 6 മാസത്തോളം ഈ എണ്ണത്തോണിയിലെ തൈലാധ്യവാസത്തിലാണ് ഈ തേക്കുമരം. പരം ആയുർവേദ മരുന്നുകൾ ശുദ്ധമായ നല്ലെണ്ണയിൽ ചേർത്ത് മണിക്കൂറുകൾ കൊണ്ട് കാച്ചിയെടുക്കുന്ന തൈലമാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. അതിൽ 6 മാസത്തോളം ഈ തേക്ക് മരം അധിവസിച്ച് കഴിയുമ്പോൾ ഈ തൈലം വളരെ പ്രയോജനകരമായ ഒരു ആയുർവേദ ഔഷധമായി മാറുകയും കൂടി ചെയ്യുകയാണ്. പിന്നീട് ഭക്തര് വാദസംബന്ധമായ രോഗങ്ങൾക്ക് ഒരു ദിവ്യ ഔഷധമായി ഈ എണ്ണത്തോണിയിൽ 6 മാസമായി കിടക്കുന്ന ഈ തൈലം അവരുടെ വീടുകളിലേക്ക് വാങ്ങിക്കൊണ്ടു പോകുന്നു. ഇത്തരം ചടങ്ങുകൾ ഒരു മനുഷ്യായുസ്സിൽ 1-2 തവണ മാത്രമാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ധ്വജപ്രതിഷ്ഠയുടെ ഭാഗമായി, ക്ഷേത്രങ്ങളിലെ ധ്വജപ്രതിഷ്ഠയുടെ ഭാഗമായി നടക്കുന്ന തൈലാധിവാസത്തിലും പിന്നീട് കൊടിമര ധ്വജപ്രതിഷ്ഠ നടക്കുന്ന ദിവസങ്ങളിലും ദൂരെ സ്ഥലങ്ങളിൽ നിന്ന് പോലും ആളുകൾ ഇതിൽ പങ്കെടുക്കാനായിട്ട് എത്തിച്ചേരുന്നത്. ധ്വജപ്രതിഷ്ഠാകർമ്മം ഏകദേശം 2 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു ഉത്സവമാണ്. അതിനുശേഷം പുതിയ ധ്വജത്തിൽ കൊടിയേറി ഭഗവാന്റെയോ ഭഗവതിയുടെയോ ഉത്സവം നടത്തുക എന്നതാണ് ചിട്ട. ഏകദേശം 1500 ലിറ്ററോളം തൈലമാണ്, ആയുർവേദ മരുന്നുകൾ ചേർത്ത് കാച്ചിയെടുക്കുന്ന തൈലമാണ് ഇവിടെ ആവശ്യമായിട്ട് വരുന്നത്. ഈ കൊടിമരം പൂർണ്ണമായിട്ടും എണ്ണയിൽ മുങ്ങി കിടക്കാൻ വേണ്ടിയത് ഏകദേശം 1500 ലിറ്ററോളം തൈലമാണ്.
ഇന്നത്തെ തൈലസമർപ്പണം പൂർത്തിയായാൽ തന്നെയും അടുത്ത ഒരു 3-4 മാസങ്ങളിലേക്ക് തൈലം സമർപ്പിക്കാനുള്ള സൗകര്യം ഭക്തജനങ്ങൾക്ക് ഉണ്ടായിരിക്കും. തൈലം സമർപ്പിച്ച ശേഷം ഈ എണ്ണത്തോണി പൂർണ്ണമായിട്ടും ഗ്ലാസ് കൊണ്ട് കവർ ചെയ്യപ്പെടും. ചെറിയ ഒരു ഈച്ച പോലും വീഴാതെ വളരെ പരിശുദ്ധിയോടെയാണ് 6 മാസം ഈ എണ്ണത്തോണി പരിരക്ഷിക്കുന്നത്. ശ്രീകുമാർ വ്ലോഗ്സിൻ്റെ ഈ സ്പെഷ്യൽ എപ്പിസോഡ് തൈലസമർപ്പണം നടത്തി അമ്മയ്ക്കായി സമർപ്പിക്കുകയാണ്. വീണ്ടും അടുത്ത ആഴ്ച പുതിയൊരു വിഷയവുമായി ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതാണ്. ചാനൽ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഗുഡ് ബൈ.